സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. സദൃശ്യവാക്യങ്ങൾ 4:23. സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. സകല ജാഗ്രതയോടെ കൂടെ എന്തിനെ കാത്തുകൊള്ളണം? ഹൃദയത്തെ കാത്തുകൊള്ളുക. ഹൃദയത്തെ എന്നാ ചെയ്യണം? എന്തുകൊണ്ടാണ് ഹൃദയത്തെ നമ്മൾ കാക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഹൃദയത്തെ നമ്മുടെ ചിന്തകളെല്ലാം ഇതിൽ കൂടെയാ പോകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ കൂടെ ചിന്തിക്കുക പല കാര്യങ്ങൾ. പക്ഷെ ഇവിടെ വചനം പറയുക, സകല ജാഗ്രതയോടെ കൂടെ നമ്മുടെ ഹൃദയത്തെ എന്നാ ചെയ്യണം? കാത്തുകൊള്ളണം. ആര് കാക്കണം? നമ്മൾ തന്നെ നമ്മുടെ ഹൃദയത്തെ കാക്കണം. എന്താ കാര്യം? ജീവന്റെ ഉത്ഭവങ്ങളെല്ലാം എവിടുന്നാ വരുന്നേ? അപ്പൊ എന്റെ ജീവിതത്തിൽ വെളിയിൽ കാണുന്ന സകലതും എവിടെ നിന്നാ വന്നിരിക്കുന്നേ? അപ്പുറത്തുള്ളവർ തൊട്ട് പറഞ്ഞ നിങ്ങളുടെ ഉള്ളിൽ നിന്നാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഏറ്റവും കൂടുതൽ കെയറോടെ കൂടെ എവിടം സൂക്ഷിക്കണം? ഹൃദയം നമ്മള് സൂക്ഷിക്കണം. എന്ന കാര്യം, ഇതിനകത്ത് ഏത് സാധനം വിട്ടാലും അതിന്റെ ഒരു ഉത്ഭവം വെളിയില് വരിക തന്നെ ചെയ്യും. യേശു ആണേലും താൻ ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് തിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു ശ്രദ്ധിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം തുടങ്ങി വായിക്കപ്പെടുന്നു ശ്രദ്ധിക്കുക. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടും. ശ്രദ്ധിക്കണമേ, എവിടെയായിരിക്കണം നമ്മുടെ നല്ല നിക്ഷേപം? എവിടെയായിരിക്കണം? അപ്പൊ എന്റെ ഹൃദയത്തിൽ നല്ല നിക്ഷേപങ്ങൾ ഉണ്ടേൽ മാത്രമേ എവിടെ വരത്തുള്ളൂ? ഒന്ന് പറഞ്ഞേ. എന്റെ ഹൃദയത്തിൽ നല്ല നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എവിടെ വരത്തുള്ളൂ? എന്റെ പുറത്തേക്ക്, എന്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരത്തുള്ളൂ. അപ്പം എന്റെ ജീവിതത്തിൽ നല്ല ബലങ്ങൾ വരണമെങ്കിൽ, നല്ല അനുഗ്രഹങ്ങൾ വരണമെങ്കിൽ അത് ആദ്യമേ എവിടെ വരണം? അപ്പുറത്തുള്ളവർ തൊട്ട് പറഞ്ഞു, ആദ്യമേ ഉള്ളി വരണം. ആദ്യമേ ഉള്ളിലാണ് വരേണ്ടത്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാ വരേണ്ടത്. വായിച്ചോട്ടെ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ എന്നെ സംസാരിക്കുന്നത്. വായ് പ്രസ്താവിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്നാ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സംസാരം ശ്രദ്ധിച്ചാല്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ എന്നെ സംസാരിക്കുന്നേ. അപ്പൊ വായിൽ നമുക്കത് സംസാരിക്കാനുള്ള പ്രേരണ വരുന്നുണ്ടെങ്കിൽ അത് എവിടെ കിടപ്പുണ്ട്? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ വാ വെറും ടാപ്പ് മാത്രമാണ്, അതിന്റെ ടാങ്ക് ഹൃദയമാണ്. വാ വെറും എന്നതാ? ടാപ്പ് മാത്രമാണ്. അപ്പൊ വായിൽ ഞാൻ വാക്ക് എത്ര പ്രാവശ്യം പിടിച്ചു നിർത്താൻ നോക്കിയാലും മാറ്റാൻ നോക്കിയാലും ചിലപ്പം ഫ്യൂസ് പോകുന്ന പോലെ ഫ്യൂസ് പോകും. എന്ന കാര്യം, ഈ വാ എന്നതാ പ്രസ്താവിക്കുന്നത്? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നാണ് എന്നെ സംസാരിക്കുക. വാ എന്നാ ചെയ്യുന്നേ? സംസാരിക്കുന്നത്. അപ്പൊ ഇതും ഹൃദയവുമായിട്ട് എന്നാ ഉണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് ഒരു പ്രേരണ, ഒരു കാര്യം പറയാൻ പ്രേരണ വരുമ്പോൾ അത് എവിടെ കിടപ്പുണ്ട്? എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ തന്നെ വചനം പറയുക, അവിടെ നമ്മൾ സൂക്ഷിച്ച് കാത്തില്ലെങ്കിൽ അതിനകത്ത് കിടക്കുന്നതിന്റെ ബലം അതെന്നാ ചെയ്യും? ജീവിതത്തിൽ അത് പുറപ്പെടുവിക്കും. എൻ്റെ വായിൽ കൂടെ ഞാനത് വിളിച്ചു പറയും. എൻ്റെ വായിൽ കൂടെ ഞാനത് വിളിച്ചു പറയുമ്പോൾ വചനം എങ്ങനെയാ പറയുന്നത്? ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്ന കാര്യം, എൻ്റെ വാക്ക് എങ്ങനെയാലും ഒന്ന് മാറ്റിയാൽ മതി. ഇനി ഞാൻ നെഗറ്റീവ് പറയത്തില്ല, പക്ഷെ പലപ്പോഴും പോരാട്ടം വരുന്ന എന്തുകൊണ്ടാ? എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സാധനം മാറിയില്ലെങ്കിൽ എൻ്റെ വായിൽ കൂടെ അത് പിന്നെ എന്നാ ചെയ്യും? വന്നുകൊണ്ടിരിക്കും. അപ്പോ എന്റെ ടാങ്കിലെ വെള്ളം നിങ്ങളുടെ ടാപ്പിൽ വരത്തില്ല. അപ്പുറത്തുള്ള തൊട്ട് പറഞ്ഞ എന്റെ ടാങ്കിലെ വെള്ളം
നിങ്ങളുടെ ടാപ്പിൽ വരത്തില്ല. ആരുടെ ടാങ്കിലെ വെള്ളേ വരത്തുള്ളൂ? അപ്പൊ ജീവന്റെ ഉത്ഭവം ആ ടാങ്കിൽ നിന്നാണെങ്കിൽ എന്റെ ജീവിതത്തിൽ അനുഗ്രഹം വരണേല് എന്റെ ടാങ്കിനെ ആര് ക്ലീൻ ചെയ്യണം? അയ്യോ, അത്രയും പിടികിട്ടിയ രക്ഷപ്പെടും. അപ്പം എന്റെ ടാങ്കിൽ ചൂടുവെള്ളം ഇരിക്കുന്നതെങ്കില് ചൂടുവെള്ളം മാത്രമേ വായിക്കൂടെ, പച്ചവെള്ളം ആണെങ്കിൽ. അപ്പൊ ഈ പച്ചവെള്ളം വരുന്നത് എങ്ങനെയാലും ചൂടുവെള്ളം വരണമെന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, നമ്മുടെ ഉള്ളിൽ എന്താണോ ഇരിക്കുന്നത് അതേ എന്നെ ചെയ്യത്തുള്ളൂ, വെളിയിലോട്ട് വരത്തുള്ളൂ. അപ്പൊ കർത്താവ് പറയാ, നല്ല നിക്ഷേപം ഉള്ളിലുണ്ട് എന്നായി. എനിക്കറിയാം നിങ്ങൾ പലരും ഇപ്പം ഇച്ചിരി പ്രയാസത്തിലായി. അയ്യോ ബ്രദർ കറക്റ്റായിട്ടായി പറയുന്നത്, പക്ഷെ എന്നാ ചെയ്യുന്നത്, എങ്ങനെ? അപ്പുറത്തുള്ളവരോട് തൊട്ട് പറഞ്ഞു, കർത്താവിന് എല്ലാത്തിനും ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് എല്ലാത്തിനും വഴിയുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് അറിഞ്ഞോണ്ടല്ലേ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാത്തിനും കർത്താവ് വഴി വെച്ചിട്ടുണ്ട്. ആമേൻ. അപ്പൊ അപ്പം ഒരു ദിവസം ഞാനൊരു ഇത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറയുക. അപ്പൊ ഹൃദയത്തെ കാക്കണമെന്ന് പറയുമ്പോൾ ഏത് നിമിഷവും ഞാൻ എന്നതാ ചിന്തിക്കുന്നതെന്നുള്ള ചിലപ്പോൾ എന്നെ കൊണ്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ വേറൊരു വഴി ഞാൻ പറഞ്ഞുതരാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒന്ന് പഠിക്കാൻ? സ്തോത്രം. അപ്പോ സയന്റിസ്റ്റ് പറയുന്നത് ഒരു ദിവസം ഒരാൾക്ക് 60,000 ചിന്തകൾ ഒരാളുടെ ഹൃദയത്തിൽ കൂടെ പോകുന്നുണ്ട്. എത്ര ചിന്തകള്? ഈ 60,000 നമ്മളെ കൊണ്ട് എന്നാ ചെയ്യാൻ സാധിക്കത്തില്ല, നമ്മളെ കൊണ്ട് ശ്രദ്ധിച്ച് നോക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ വേറൊരു വഴി, വചനം പറയുന്നതനുസരിച്ച് വേറൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മൾ പറയുന്നില്ലേ, എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനെയെന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ പേരാ ഫീലിംഗ്. അപ്പോ നമ്മുടെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ഡിസൈൻ, നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, വീണ്ടും ജനിച്ച ദൈവ പൈതൽ എപ്പോഴും സമാധാനത്തിലും സന്തോഷത്തിലും വസിക്കണം എന്നാണ് കർത്താവ് നമ്മളെ വീണ്ടും ജനിച്ച ദൈവ പൈതലിനെ ആക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് തന്ന സമാധാനം എവിടെ ഇരിപ്പുണ്ട്? ഉള്ളിലുണ്ട്. കർത്താവ് തന്ന സന്തോഷം ഉള്ളിലുണ്ട്. എന്നെ കർത്താവ് സമാധാനത്തിലും സന്തോഷത്തിലും വസിക്കുവാനായിട്ടാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ഈസിയർ വഴി ഞാൻ പറഞ്ഞുതരാം. എപ്പോഴൊക്കെ സമാധാനം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ, ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കൊരു വെല്ലായ്മ തോന്നത്തില്ലേ? എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ഒരു സമാധാനമില്ലായ്മ, ഒരു വെല്ലായ്മ, എന്തോ ഒരു ഭാരം, അല്ലേ? എന്തോ ഒരു ഇത്. അപ്പം മനസ്സിലായിക്കോണം, ഉള്ളിലെ ചിന്തകൾ എവിടെയോ ട്രാക്ക് വിട്ട് വെളിയിൽ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഓരോ ചിന്ത നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കൊരു വെല്ലായ്മ തോന്നുമ്പോൾ, ഒരു സമാധാനം, അതുകൊണ്ടാ എപ്പോഴും ദേവദാസന്മാർ പറയുന്ന ഒരു കാര്യം, സന്തോഷത്തെയോ സമാധാനത്തെയോ കെടുത്തുന്ന ഒരു കാര്യത്തിലും ദൈവ പൈതൽ പോയി കൈവെക്കരുത്. എന്നാ അതൊരു ഇൻഡിക്കേഷനാ നമ്മളെ കർത്താവിന്റെ റൂട്ടിൽ നിന്ന് പിശാച് വേറെ റൂട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും നല്ലതാകുമ്പോഴല്ല ദൈവ പൈതൽ സമാധാനം അനുഭവിക്കുന്നത്. ദൈവ പൈതലിന്റെ അവകാശ 24 മണിക്കൂറും സമാധാനത്തിൽ ഇരിക്കേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവ പൈതലിന്റെ അവകാശം എന്നതാ, എപ്പോഴും ദൈവത്തിന്റെ സമാധാനത്തിൽ വസിക്കാനായിട്ടാണ് യേശു പറഞ്ഞ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പം ആ സമാധാനം എവിടെയെങ്കിലും കെടുന്നുണ്ടെങ്കിൽ അപ്പൊ ശ്രദ്ധിച്ചോണം, ഉള്ളിൽ എവിടെയോ ചിന്ത വേറെ റൂട്ടിൽ കൂടെ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ ചിന്തയെ മാറ്റാനായിട്ട് പലരും എൻ്റെ അടുക്ക വന്ന് സംസാരിക്കാറുണ്ട്. ബ്രദറെ, നെഗറ്റീവ് ചിന്തകൾ വരുന്നു, നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ കയറി വരിക, അങ്ങോട്ട് എന്നെ കൊണ്ട് അത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പലരുടെയും പ്രശ്നം, നമ്മൾ പോലും അറിയാതെ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ അടിച്ച് കയറി വരുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അതിൻ്റെ ഒരു സൊല്യൂഷനാണ്, ഇപ്പൊ യേശു കർത്താവ് പറഞ്ഞു, നല്ല നിക്ഷേപം ഉള്ളിൽ വെച്ചാല് നല്ല ബലം വെളിയില് വരും. അപ്പോ എൻ്റെ ഉള്ളിൽ ഇപ്പം ഒരുപക്ഷെ ഒരു തെറ്റായ നിക്ഷേപം അല്ലെ തെറ്റായ ചിന്താഗതികൾ ഉള്ളിൽ ഉണ്ടേൽ പോലും ഒരു കാര്യം കർത്താവ് തന്നിട്ടുണ്ട്, അതാണ് ഈ ദൈവവചനം. ഈ ദൈവവചനം എൻ്റെ ഉള്ളിൽ നിറയാൻ തുടങ്ങുമെങ്കിൽ
ഈ ദൈവവചനത്തിന് എൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് ശ്രദ്ധിക്കണമേ. ഉള്ളിലെ പഴയതിനെ വെളിയിൽ പോന്ന് പറഞ്ഞാൽ പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഇതെല്ലാം അടച്ചു പൂട്ടുക, ഈ ലൈറ്റ് ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും, ഇരുട്ടായിരിക്കും. പക്ഷേ ലൈറ്റ് ഇടുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? അപ്പൊ ഇരുട്ട് എവിടെ പോയി? ഇരുട്ടിന് എന്നാ സംഭവിച്ചു? പക്ഷെ ലൈറ്റ് വരുന്നിടം വരെ ആരുണ്ട്? അപ്പൊ വെളിച്ചം വന്നു കഴിയുമ്പോൾ ആരില്ല. ലൈറ്റ് പോയി കഴിയുമ്പോഴോ നമ്മൾ പ്രത്യേകം വിളിക്കണോ? എന്നാ ആട്ടെ, ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞു, വെളിച്ചം ഞങ്ങൾ ഓഫ് ചെയ്യുക, ഇരുട്ടെ ഒന്ന് അകത്തോട്ട് വരണമെന്ന് വിളിക്കണോ? ഇല്ല. ഒരാളില്ലേല് മറ്റേയാൾ എന്നായി ചാടിക്കേറി ഇരിക്കും. അതുപോലെ തന്നെ നല്ല നിക്ഷേപം അകത്ത് കയറുന്നില്ലെങ്കിൽ മറ്റേ നിക്ഷേപം എന്നായും താനെ അകത്തോട്ട് കയറും. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ്. എൻ്റെ ഉള്ളിലെ മനുഷ്യനെ, എൻ്റെ ഹൃദയത്തെ ഞാൻ എന്നാ ചെയ്യണം? ദൈവവചനം കൊണ്ട് ഓരോ ദിവസവും നിറയ്ക്കാൻ തുടങ്ങിയാല് പിന്നെ ഞാൻ നെഗറ്റീവ് മാറണേന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ താനേ അതിൻ്റെ വഴിക്ക് പൊക്കോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. ഉദാഹരണം പറയാം. ഞാൻ ഇന്നൊരു ഡെമോ കാണിക്കണമെന്ന് ഓർത്ത്, സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നോക്കിയേ, ഈ ഗ്ലാസ്സിനകത്ത് ഇപ്പം തെളിഞ്ഞ വെള്ളമായിരിക്കുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, ഇതിനകത്ത് കലങ്ങിയ വെള്ളമായിരിക്കുന്നത്. ഇതിനകത്ത് കലങ്ങിയ വെള്ളമായിരിക്കുന്നത്. ഒന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച്. ഈ വെള്ളം എനിക്ക് വെളിയിൽ കളയാൻ പറ്റത്തില്ല, എന്നാൽ എനിക്കിത് നല്ല വെള്ളം ആക്കുകയും ചെയ്യണം. എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഒന്നുകൂടെ പറയാം. ഇതിനകത്ത് കലങ്ങിയ വെള്ളമായിരിക്കുന്നതെന്നൊന്ന് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച്. ഈ കലങ്ങിയ വെള്ളത്തെ എനിക്ക് വെളിയിൽ കളയാൻ പറ്റത്തില്ല, ഈ ഗ്ലാസ് എടുത്ത് കമത്താൻ പറ്റത്തില്ല, എന്നാൽ എനിക്ക് ഇതിനകത്തെ വെള്ളം നല്ല വെള്ളം, ശുദ്ധവെള്ളം ആക്കുകയും ചെയ്യണം. ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? എന്നാ ചെയ്യണം? നല്ല വെള്ളം ഒഴിക്കുമ്പോ എന്നാവും? ആദ്യത്തെ 10 ഡ്രോപ്പ് വീഴുമ്പോഴേ ശരിയാവുമോ? ഇച്ചിരി ഒരു അര ഗ്ലാസ് ഒഴിച്ചപ്പോഴത്തേക്കിന് ശരിയാവുമോ? ഇല്ല. പിന്നെ എന്നാ ചെയ്യും? ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് വിടുവോ? ഇല്ല. പിന്നെ എന്നാ ചെയ്യും? പിന്നെ ചെറിയ കലക്കമുണ്ട്, പിന്നെ എന്നാ ചെയ്യും? അങ്ങനെ ഒഴിച്ചോണ്ടേ ഇരുന്നാൽ എന്നെ സംഭവിക്കും? അതുപോലെ തന്നെ ദൈവവചനം കൊണ്ട് നമ്മൾ നിറയുമ്പം എല്ലാ നെഗറ്റീവും വെളിയിൽ പോകാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഇതിനെ എനിക്ക് വെളിയിൽ എന്നാ ചെയ്യാൻ സാധിക്കത്തില്ല, ഇത് അങ്ങനെ പോകത്തില്ല. പക്ഷേ വെളിച്ചം വരുമ്പോൾ ഇരുൾ മാറിപ്പോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവവചനം കൊണ്ട് ഞാൻ നിറയാൻ തുടങ്ങുമ്പോൾ എന്നാ സംഭവിക്കും? താനേ എല്ലാ ആവശ്യമില്ലാത്ത കാര്യവും വെളിയിൽ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പുറത്തുള്ള ആൾ തൊട്ട് പറഞ്ഞ ആ കയ്യിലിരിക്കുന്ന പുസ്തകം ഇടയ്ക്കിടയ്ക്ക് വായിക്കണമെന്ന് പറഞ്ഞു. ഞായറാഴ്ച മാത്രം ദൈവവചനം കേട്ടാൽ പോരാ, ഡെയിലി എന്നാ ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈവൻ ദൈവവചനം ആദ്യം വായിക്കുമ്പം ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും. ഒരു കുഴപ്പമില്ല, കുറച്ചു നേരം ഇരുന്ന് ദൈവവചനം വായിച്ചേ. അത് കർത്താവ് പറഞ്ഞു, അത് ആത്മാവും ജീവനും ഉള്ളത് കൊണ്ട് അതെന്റെ ഉള്ളിൽ പോകുമ്പോൾ അതിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ചുമ്മാ എടുത്തു വെച്ച് കുറച്ചു നേരം ഡെയിലി വചനം വായിച്ചുകൊണ്ടിരുന്നേ നിങ്ങളുടെ ഉള്ളിലേക്ക് നല്ല നിക്ഷേപങ്ങൾ പൊക്കോണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഡെയിലി ഒരു 2-3 അധ്യായം ഇരുന്നൊന്ന് വായിച്ച്, അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ച്, ലേഖനങ്ങൾ വായിച്ച്, എടുത്തു വെച്ചിരുന്നൊന്ന് വായിച്ചു നോക്കിയേ. ഡെയിലി അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നല്ല വെള്ളം എടുത്ത് ഡെയിലി ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലുള്ള എല്ലാ പഴയതും വെളിയിൽ പോകാനായിട്ട് തുടങ്ങും. വചനം ഇങ്ങനെയാ പറയുന്നത്, വചനം ഒരാൾ കൊണ്ട് വിതച്ചു, അത് നല്ല നിലത്ത് വീണപ്പോൾ 30, 60, 100 മേനി ഫലം കൊടുക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ വചനം ആദ്യം എവിടെ വരണം? എൻ്റെ ഉള്ളിൽ വരണം. എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഈ സാധനങ്ങളെല്ലാം എന്നായി വെളിയിൽ പോകുമെന്ന് മാത്രമല്ല, ഈ ഉള്ളിൽ പോകുന്ന വചനം ഫലം പുറപ്പെടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബ്രദറെ, എനിക്ക് ഈ ചിന്ത വരുന്നതുകൊണ്ട് അതൊന്ന് മാറിയിട്ട് വേണം. നോ, നല്ല വെള്ളം എടുത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സാധനം എന്നാ ചെയ്തോളൂ?
താനേ മാറിക്കോളും, താനേ മാറിക്കോളും. ഓരോ ദിവസവും വചനം വായിക്കണം. ഓരോ ദിവസവും വചനം കൊണ്ട് നിറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വേദപുസ്തകം എടുത്തു വെച്ച് വായിക്കണം. ഡെയിലി വചനം ഒരധ്യായമെങ്കിലും 2 അധ്യായമെങ്കിലും മിനിമം ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യണം. ഡെയിലി വായിക്കണം. അങ്ങനെ ആ നല്ല വെള്ളം കൊണ്ട് ഉള്ളിൽ നിറയാൻ തുടങ്ങുമ്പോൾ താനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെളിയിൽ പോകാനായിട്ട് തുടങ്ങും. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അപ്പൊ തൊട്ട് പറഞ്ഞ വചനം ജഡം ധരിക്കും. ഒന്നൊട്ട് പറഞ്ഞ വചനം ജഡം ധരിക്കും. ആമേൻ, ആമേൻ. ഒന്നുകൂടെ തൊട്ട് പറഞ്ഞ വചനം ജഡം ധരിക്കും. പക്ഷെ വചനം ആദ്യം എവിടെ വരണം? എവിടെ വരണം? മറിയയിൽ കൂടെ വചനം ജഡം ധരിച്ചു. പക്ഷെ ആദ്യം ദൂതൻ വന്ന് മറിയോട് എന്നാ പറഞ്ഞു? പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വരും, നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കും. അപ്പം വചനം എങ്ങനെയാ പറയുന്നത്? മറിയ ആ വചനം അനുസരിച്ച് എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ വചനത്തെ സ്വീകരിച്ചപ്പോൾ, ആ വചനം തൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, ആ വചനം ജഡം ധരിച്ച് മനുഷ്യനായി യേശുവായി വെളിയിലേക്ക് വന്നു. ഹല്ലേലൂയ. ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് പറയും മീറ്റിങ്ങിന് വരുമ്പോൾ ബ്രദറെ വചനമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഉത്സാഹം, ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്? ഹല്ലേലൂയ. എന്നെ കാരണം എന്നറിയാവോ? ആ വചനമാണ്, അതിന് ജീവൻ ഉള്ളത് കൊണ്ടാണ് അത് ഉള്ളിൽ സന്തോഷത്തെ ഉണ്ടാക്കുന്നത്, സമാധാനത്തെ ഉണ്ടാക്കുന്നത്, എൻ്റെ ഉള്ളിൽ പ്രോത്സാഹനം കൊണ്ടുവരുന്നത്. അത് വചനം വിതയ്ക്കപ്പെടുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പുറത്തുള്ളവരോട് തൊട്ട് പറഞ്ഞ് ഡെയിലി വചനം വായിക്കണം. ഡെയിലി. ഹല്ലേലൂയ. അതൊരു മസ്റ്റ് ആക്കണം. ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യണം. കർത്താവിന്റെ കൂടെ സമയം ചെലവാക്കണം. എന്നിട്ട് എടുത്ത് വായിക്കണം. കർത്താവ് അതിൽ കൂടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ആ വചനം ഉള്ളിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വചനം കൊണ്ട് നിറയാൻ തുടങ്ങുമ്പോൾ, ഞാൻ അതാ പറഞ്ഞ തുടക്കത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പിടികിട്ടത്തില്ല, ഒന്നും മനസ്സിലാകത്തില്ലായിരിക്കും. അങ്ങനെ ആദ്യമേ വായിക്കാൻ തുടങ്ങുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ പഴയ നിയമം വായിക്കുന്നതിനേക്കാളും പുതിയ നിയമം വായിക്കണം. പുതിയ നിയമം ആദ്യം വായിച്ച് നല്ലപോലെ ഒരു ശീലം ആയതിനു ശേഷം പഴയ നിയമത്തിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്നാൽ ആ വചനം വായിക്കുമ്പം മറന്നു പോകരുത്. നിങ്ങൾ പോലും അറിയാതെ നല്ല വെള്ളം അകത്തോട്ട്, നല്ല നിക്ഷേപം അകത്തോട്ട് പൊക്കോണ്ടിരിക്കുക. ഓരോ ദിവസവും അതുകൊണ്ട് നിറയാൻ തുടങ്ങണം. ഓരോ ദിവസവും അതിൽ സമയം ചെലവാക്കാൻ തുടങ്ങണം. അങ്ങനെ ഉള്ളിലേക്ക് നിറയാൻ തുടങ്ങുമ്പോൾ വലിയ ദൈവ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് തത്കാലം വല്ലതും ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിന് തത്കാലമൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പുറത്തുള്ളവരോട് തൊട്ട് പറഞ്ഞ ഡെയിലി ദൈവവചനം കൊണ്ട് നിറയണമെന്നൊന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് വിതയ്ക്കുന്നവന്റെ ഉപമയില് യേശു പറഞ്ഞത്, ആ വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അത് ഉള്ളിലേക്ക് ആദ്യം പോകുന്നത്. അത് ഉള്ളിൽ പോയിട്ട് അതിനൊരു പ്രത്യേകതയുണ്ട്. അത് 30, 60, 100 മേനി ബലം പുറപ്പെടുവിക്കാൻ ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ കൂടിയാ ദൈവരാജ്യം പ്രവർത്തിക്കുന്നത്. എന്നാൽ വചനം പറയാ, വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വചനത്താലും. അപ്പം ഞാൻ ദൈവവചനം വായിക്കും തോറും കേൾക്കും തോറും എന്നെ സംഭവിക്കുന്നത്, എൻ്റെ ഉള്ളില് വിശ്വാസം വർദ്ധിച്ചു വരിക, വിശ്വാസം വർദ്ധിച്ചു വരിക. അതിന്റെ ദൈവപ്രവൃത്തി ഞാൻ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവവചനം ടൈം അലോൺ വിത്ത് ഗോഡ് ഡെയിലി ചെയ്യണം. കർത്താവിന്റെ കൂടെ സമയം ചെലവാക്കണം. കർത്താവിന്റെ കൂടെയുള്ള കൂട്ടായ്മയിലാണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ വളർച്ച പ്രാപിക്കുന്നത്. ആ വളർച്ചയിലാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്നത്. ദൈവവചനം കൊണ്ട് നമ്മൾ നിറയണം. ദൈവവചനം കൊണ്ട് നിറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വായിൽ ദൈവവചനം തന്നെ വരാൻ തുടങ്ങും. ഹല്ലേലൂയ. യേശുവിന്റെ ജീവിതത്തെ നിങ്ങളൊന്ന് നോക്കിയേ. സ്നാനപ്പെട്ട് താൻ എഴുന്നേറ്റ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനെ നടത്തി 40 ദിവസം ഉപവസിച്ചു എന്ന് അവിടെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ 40 ദിവസം എന്നാ ചെയ്തതെന്നൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ലെങ്കിലും 40 ദിവസം കഴിഞ്ഞ് പിശാച് തന്നെ പരീക്ഷിക്കാനായിട്ട് വന്നു. പരീക്ഷിക്കാനായിട്ട് വന്നപ്പം ആദ്യം പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ എന്നാ പറഞ്ഞേ? ഈ കല്ലിനെ. അപ്പൊ യേശു എന്നാ പറഞ്ഞു? എന്നാ ഞാനതൊന്ന് നോക്കിയിട്ടേ ഉള്ളൂ പറഞ്ഞോ? എന്നാ പറഞ്ഞു? മനുഷ്യൻ അപ്പത്താൽ മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് എന്ന്
എഴുതിയിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു എന്നല്ല പറഞ്ഞു, എന്നെ ചെയ്തു എന്ന്. അടുത്ത ടെംപ്റ്റേഷൻ വന്നപ്പം കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ എന്നെ ചെയ്യരുത്, പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ 40 ദിവസം കർത്താവ് ദൈവത്തിന്റെ കൂടെ ഇരുന്നു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് പിശാച് വന്ന് ഞോണ്ടി നോക്കി, തൊട്ടു നോക്കി. അമക്കിയാൽ വെളി വരുന്നത് ദൈവവചനം മാത്രമേ വന്നുള്ളൂ. അതുപോലെ ഓരോ ദൈവ പൈതലുമായി തീരണം. തൊട്ട എന്നാ വരണം? നിങ്ങളെ എന്നെ അമക്കിയ എന്നാ വരണം? നിങ്ങളെ എന്നെ ഞോണ്ടി നോക്കിയ എന്നാ വരണം? ദൈവവചനം വായിൽ കൂടെ വരണം. അവിടെ പറയുക, അങ്ങനെ ദൈവവചനം വായിൽ കൂടെ വന്നപ്പം പിശാച് തോറ്റോടി. അവന്റെ പുകഴ്ച ആ പ്രദേശം മുഴുവൻ വ്യാപരിച്ചു. അവൻ ഇറങ്ങി വന്നപ്പോൾ മുടന്തർ എഴുന്നേറ്റ് നടന്നു, രോഗികൾ സൗഖ്യമായി, കുരുടന്മാർ സൗഖ്യം പ്രാപിച്ചു. അവന്റെ ശ്രുതി ആ പ്രദേശം മുഴുവൻ പരന്നു എന്ന് വചനം പറയുന്നത് സത്യമാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ ഉള്ളിൽ വചനം കൊണ്ട് നീ നിറയുമെങ്കിൽ നിന്റെ ഉള്ളിൽ വരുന്ന വചനം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ബലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. നിന്റെ കൈകളാൽ വീര്യ പ്രവൃത്തി നടക്കുക തന്നെ ചെയ്യും. നിന്റെ ശ്രുതി ലോകം മുഴുവൻ പരക്കുക തന്നെ ചെയ്യും. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ പിശാച് വന്ന് തൊട്ടു നോക്കി. തൊട്ടാൽ എന്നാ വരുന്നേ? വചനം, വചനം, വചനം. വചനം വരാൻ തുടങ്ങിയപ്പോൾ വചനം അവന് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പൊ യേശുവിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തായിരുന്നായിരിക്കും? ഉറപ്പാണോ? അപ്പുറത്തുള്ളവർ തൊട്ട് പറഞ്ഞാൽ അതുപോലെ നമ്മുടെ ഉള്ളിൽ വചനം നിറയണം. ആരാ ഈ വചനം? ആണോ? എങ്ങനെ അറിയാം? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. അവന്റെ പേര് യേശു അത്രേ. ഈ വചനം വേറെ ആരുമല്ല, യേശു തന്നെ. ഞാൻ വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം ശ്രവിക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് യേശു തന്നെ ജീവനും ആത്മാവുമായിട്ട് എന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അത് വന്നാ അവിടെ വെറുതെ ഇരിക്കത്തില്ല. അതിന്റെ പ്രവൃത്തി, അതിന്റെ ബലം അത് പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളെ ഞാൻ ചാലഞ്ച് ചെയ്യാം. നിങ്ങൾ ഡെയിലി ഇരുന്ന് വചനം കൊണ്ട് നിറഞ്ഞു നോക്കിയേ, നിങ്ങളുടെ ജീവിതം ഇരുന്ന് എഴുന്നേൽക്കുന്നത് പോലെ മാറാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളൊരു ബൈബിള് ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, ഒരു ബൈബിൾ ഇല്ലാതെ ഒരു ദൈവ പൈതലും കാണരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബൈബിൾ ഉറപ്പായിട്ടും ആവശ്യമാണ്. വീണ്ടും ജനിച്ച ദൈവ പൈതൽ ഉറപ്പായിട്ടും ഒരു ബൈബിൾ നിങ്ങൾക്ക് അത്യാവശ്യം. എന്നിട്ട് ഡെയിലി അത് വായിക്കണം, സമയം ചെലവാക്കണം, അതുകൊണ്ട് നിറയണം. പ്രസംഗം കേൾക്കുന്നത് മാത്രമല്ല, അപ്പം വചനം നിങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ആ വചനം ഇടപെടാനായിട്ട് തുടങ്ങും. ആ വചനം പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് റെഡിയാ? ആമേൻ, ആമേൻ. യേശുവിനെ പ്രസ് ചെയ്തപ്പം പിശാച് തൊട്ടു നോക്കി. എന്നാ വന്നു? അപ്പുറത്തുള്ളവരെ തൊട്ട് ചോദിച്ചു, നിങ്ങളെ തൊട്ടാ എന്നാ വരുമെന്ന് ചോദിച്ചു. എന്റെ സ്വഭാവം നമ്മളെ ഞോണ്ടി കഴിയുമ്പോ എന്നാ വരും? ചിലപ്പോ എന്നെ നിനക്ക് അത്ര അറിയത്തില്ല, ഞാൻ ആരാന്നറിയാവോ? പക്ഷെ യേശുവിനെ പിശാച് ഞോണ്ടിയപ്പോ എന്നാ വന്നു? വചനം വന്നു. അപ്പുറത്തുള്ളവരോട് തൊട്ട് പറഞ്ഞ, നമ്മളെ തൊട്ടാലും വചനേ വരാവുള്ളൂ. നമ്മളെ തൊട്ടാ എന്നാ വരണം? നമ്മളെ തൊട്ടാ എന്നാ വരണം? വചനമേ വരാവുള്ളൂ. പക്ഷെ നമ്മളെ തൊട്ടാൽ വചനം വരണമെങ്കിൽ എവിടെ കാണണം വചനം? ഉള്ളിൽ വചനം കാണണമെങ്കിൽ എന്നാ ചെയ്യണം? വചനം വായിക്കണം, വചനം കേൾക്കണം, വചനം ധ്യാനിക്കണം. അപ്പുറത്തുള്ളവരോട് തൊട്ട് പറഞ്ഞേ, വചനം കൊണ്ട് നിറയണമെന്ന് പറഞ്ഞു. വചനം കൊണ്ട് നിറയുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊണ്ട് നിറയുക. ഹല്ലേലൂയ. ഈ വചനത്തിൽ ശക്തിയുണ്ട്. ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. ഞാനും നിങ്ങളും എങ്ങനെയാ വീണ്ടും ജനിച്ചതെന്നറിയാവോ? എങ്ങനെയാ? ഞാനും വീണ്ടും ജനിച്ചത് എങ്ങനെയാണെന്നറിയാവോ?
1 പത്രോസിന്റെ 1:23 ഒന്ന് വായിച്ചേ. ഞാനും നിങ്ങളും എങ്ങനെയാ വീണ്ടും ജനിച്ചെന്ന് തന്നെ ആദ്യം ഒന്ന് പിടികിട്ടട്ടെ. ആരെങ്കിലും പ്ലാൻ ചെയ്താണോ വന്നേ വീണ്ടും ജനിക്കാൻ? ഇന്ന് രാവിലെ ഞാൻ പോകും, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, വീണ്ടും ജനിക്കും, പിന്നെ സ്നാനപ്പെടും, ഞാൻ കർത്താവിന്റെ കൂടെ ചേരും എന്ന് ആരെങ്കിലും തീരുമാനിച്ചു വന്നവരുണ്ടോ? ഇല്ല. പക്ഷെ വീണ്ടും ജനനം ഉണ്ടായി. അത് എങ്ങനെയാ ഉണ്ടായെന്നറിയാമോ? വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ഹലോ, എങ്ങനെയാ വീണ്ടും ജനിച്ചേ? ആരോ ഒരാള് പ്രാർത്ഥിച്ചുകൊണ്ടല്ല. അന്ന് അവിടെ കേട്ട ഏതോ ഒരു വചനം ഉള്ളിൽ പോയി കത്തി. അപ്പം വീണ്ടും ജനനം ഉണ്ടായി. ഹല്ലേലൂയ. എന്താ കത്തിച്ചത്? ഉള്ളിൽ പെട്ടെന്ന് ഒരു കത്തൽ ഉണ്ടായില്ലേ? ആ കത്തൽ സൃഷ്ടിച്ചത് എന്താണെന്നറിയാവോ? ദൈവവചനമാ. ആ വചനമാ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ആ വചനം കൊണ്ട് നീ നിറയാൻ തുടങ്ങുമെങ്കിൽ നിനക്ക് മറ്റുള്ളവരെ കത്തിക്കാനായിട്ട് സാധിക്കും. നിന്റെ ജീവിത സാഹചര്യങ്ങളെ വാഴാൻ സാധിക്കും. നിന്റെ ജീവിതത്തിലുള്ള എല്ലാ അവസ്ഥകളുടെ മേലും നിനക്ക് വാഴാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അപ്പുറത്തുള്ള തൊട്ട് ദൈവവചന നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഈ വിത്തിന് വീര്യമുണ്ടോ? ഹലോ, ദൈവവചനം എന്ന വിത്തിന് വീര്യമുണ്ടോ? എന്റെ ഉള്ളിൽ തന്നെ ഇത്രയും വലിയ മാറ്റം അതിന് സൃഷ്ടിക്കാമെങ്കിൽ എന്റെ വെളിയിൽ എത്രയധികം അതിന് വ്യത്യാസങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ മാനസാന്തരപ്പെട്ടതല്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞു, നമ്മളൊക്കെ എന്നാ പരുവത്തി കിടന്നവനാ ഇല്ലേ? നമ്മളെ തന്നെ എന്നാ ചെയ്തു? ഈ വചനം മാറ്റി. അപ്പുറത്തുള്ള തൊട്ട് പറഞ്ഞു, പിന്നെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ? അതെല്ലാം ഈ വചനം മാറ്റും. ആമേൻ. ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നം ആയിക്കോട്ടെ, അതിനെ ഈ വചനത്തിന് എന്നാ ചെയ്യാൻ സാധിക്കും? മാറ്റാൻ സാധിക്കും. അപ്പുറത്തുള്ള തൊട്ട് പറഞ്ഞ്, ടാങ്കിൽ വചനം കൊണ്ട് നിറയ്ക്കണമെന്ന് പറഞ്ഞേ. ഒന്ന് തൊട്ട് പറഞ്ഞേ, ടാങ്കിൽ എന്നാ നിറയണം? ടാങ്കിൽ വചനം നിറയണം. ടാങ്കിൽ വചനം നിറഞ്ഞാൽ ടാപ്പിൽ എന്നാ വരും? വചനം വരും. ടാപ്പിൽ കൂടെ വചനം വന്നാൽ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. അവസ്ഥകൾ മാറാൻ തുടങ്ങും. ജീവിതത്തിൽ ഉയർച്ചകൾ വരാൻ തുടങ്ങും. പിന്നെ പിശാചിന് ഒരടവും സാധിക്കത്തില്ല. വചനം കൊണ്ട് നിറയാൻ തുടങ്ങുമ്പോൾ, ടാപ്പിൽ കൂടെ വചനം വരുമ്പോൾ നിന്റെ ശ്രുതി ലോകമെല്ലാം പരക്കാൻ തുടങ്ങും. യേശു നടന്ന വഴിയെ അത്ഭുതങ്ങൾ സംഭവിച്ചതുപോലെ നിങ്ങളും ഞാനും നടക്കുന്ന വഴിയെ എല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പുറത്തുള്ള തൊട്ട് തന്നെ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നടക്കുമെന്നേ. നടന്നുകൊണ്ടിരിക്കുക. പല സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് ഈ ദിവസങ്ങൾ കാണാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, വലിയ കാര്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ആ സാക്ഷ്യം പറഞ്ഞായിരുന്നെന്ന് ഓർക്കുന്നു. ഞങ്ങളുടെ വീട്ടില് പാർസനേജില് ആ മെയ്ഡ് ഞങ്ങളുടെ വീട്ടിലെ മേളത്തെ ഫ്ലോർ തുടങ്ങുമ്പം തൈറോയിഡ് കാരണം കാല് മൊത്തം വേദനയായി നീര് വെച്ച് അവർക്ക് അടിക്കാൻ മേലാതെ ഇരുന്നു പോയി. ഞാൻ പ്രാർത്ഥിച്ചില്ല. കൊച്ചു ആഗ്രഹിച്ചു അവർ പോകുന്നതിന് മുമ്പേ ഒന്ന് പ്രാർത്ഥിച്ചേക്കണമെന്ന്, അവളും മറന്നുപോയി. എന്നാൽ ഞങ്ങൾ താഴെ ആ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു, താഴെ ഞാൻ എങ്ങനെ തുടയ്ക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ താഴെ വന്ന് തറ തുടച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ കാലിൽ എന്തോ ഒന്ന് സ്പർശിച്ചു. അവരിങ്ങനെയാ പറയുന്നത്, ഞാൻ വേദന ആ നിമിഷത്തിൽ മറന്നുപോയെന്നാ പറയുന്നത്. എനിക്കും ചില സൗഖ്യങ്ങൾ അങ്ങനെ ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ നിമിഷത്തിൽ അനുഭവപ്പെട്ടത് അവർ മറന്നുപോയി. എന്താ സംഭവിച്ചതെന്നൊന്നും അവർക്ക് പിടികിട്ടുന്നില്ല. പത്രോസ് ആണേലും ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പം പുള്ളിക്ക് ഒന്നും പിടികിട്ടിയില്ല. അനസ്തീഷ്യ അടിച്ച ദൂതം വെളിയിൽ കൊണ്ടുവന്നേ. ഇറക്കി വെളിയിൽ കൊണ്ടുവന്നതിന് ശേഷം പുള്ളിക്ക് പിടികിട്ടിയ ജയിലിൽ നിന്ന് വെളിയിൽ വന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സൂപ്പർ നാച്ചുറൽ നടക്കുമ്പം ഒരു അനസ്തീഷ്യ അടിപ്പിക്കും കർത്താവ്. ദൂതന്മാർ അനസ്തീഷ്യ അടിപ്പിച്ചാണ് നടക്കുന്നത്. അപ്പം അവർ പറയുക, അത് കഴിഞ്ഞ് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുമ്പോൾ എൻ്റെ ഓർമ്മ തിരികെ വന്നു. ഞാൻ കാല് വയ്യാതെയാണല്ലോ വന്നെന്ന് കാലിൽ നോക്കിയപ്പോൾ നീര് മുഴുവൻ ചൊട്ടി, കാലിൽ വേദനയില്ല, കാല് വളരെ ഫ്രീ ആയിട്ട് നടന്നു പോകുന്ന അനുഭവം. പ്രാർത്ഥിച്ചിട്ടല്ല, നിലം തുടച്ചപ്പോൾ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിലം തുടച്ചപ്പോൾ അത്ഭുതം സംഭവിക്കുന്നെങ്കിൽ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസിന്റെ ദിവസങ്ങളാണ്.